ദുബായ് പാം ജുമൈറയിലെ ഈ മോർണിംഗ് വളരെ വിശേഷപ്പെട്ടതാണ്. ഞങ്ങളിങ്ങനെ ബോട്ടിലൂടെ യാത്ര ചെയ്ത് നേഹയുമായിട്ട് സംസാരിക്കാനാണ്. ഇപ്പോൾ നേഹയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ICMDAയിൽ നിന്നും 10ൽ പരം അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു മിടുക്കിക്കുട്ടിയാണ്. അവാർഡ് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരതനാട്യത്തിനാണ്. ഭരതനാട്യത്തിൻ്റെ സ്റ്റേജ് പെർഫോമൻസിനായിരുന്നു നമുക്ക്. അത് അവർ തന്നൊരു കൺസെപ്റ്റ് ചെയ്തതിനാണ്. തന്ന കൺസെപ്റ്റിൽ നമ്മൾ ഇൻഡിവിജ്വലി പെർഫോമൻസ് ചെയ്ത് അയച്ചു കൊടുത്ത് കിട്ടിയതാണ്. ലൈക്ക് ഒരു 1 year പ്രോസസ്സ്. ഓക്കെ. അപ്പോൾ ശിവതാണ്ഡവം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് നേഹ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാം, നേഹയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ അവർ 24/7 എല്ലാ പ്രേക്ഷകർക്കും ഈ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഹായ് നേഹ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. സുഖം. അപ്പം ICMDA എന്ന് ഈ 10 അവാർഡുകളൊക്കെ കരസ്ഥമാക്കി. എന്താണ് ഭരതനാട്യത്തിന്റെ ഈ ശിവതാണ്ഡവം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. എന്താ മോക്ക് ആ കൺസെപ്റ്റ് എടുക്കാൻ എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? എന്താ, നമ്മൾ ഓൾറെഡി ഇപ്പം അതിനെപ്പറ്റി പാഷനറ്റ് ആണല്ലോ. അപ്പം നമുക്ക് ലൈക്ക് ഫോഴ്സ്ഡ് ഒന്നും അല്ലല്ലോ. അപ്പം നമ്മൾ അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് നമ്മൾ അതിനോട് ലൈക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത് ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് അപ്പൊ ആ ഒരു കൺസെപ്റ്റ് കിട്ടിയപ്പം കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ കൂടുതൽ പാഷൻ തോന്നി അല്ലേ? കാരണം ഡാൻസിന്റെ തന്നെ ഒരു കൺസെപ്റ്റ് ആണല്ലോ ശിവൻ എന്ന് പറഞ്ഞ നടരാജൻ അല്ലേ, നാട്യ. അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു ശിവതാണ്ഡവം എന്ന് പറയുമ്പോൾ അതിനൊരു എക്സ്ട്രീം ലെവലിലോട്ടുള്ളൊരു കൺസെപ്റ്റ് മോക്ക് കിട്ടി അല്ലേ? അതിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ലക്കായി തോന്നുന്നു അല്ലേ? പിന്നെ ഈ ഡാൻസ് ഇപ്പം 10ാം ക്ലാസ്സിലാണല്ലോ പഠിക്കുന്നത്. അപ്പൊ എത്ര വയസ്സ് മുതലാണ് ഡാൻസ് ഒക്കെ പഠിച്ചു തുടങ്ങിയത്? ഞാൻ ആക്ച്വലി ഡാൻസ് എവിടെ പാട്ട് കേട്ടാലും കുഞ്ഞിലേ. പിന്നെ ഒരു കാര്യം പ്രേക്ഷകർ വിചാരിക്കും, ഇത് കുറെ വർഷങ്ങളായിട്ട് 15 വയസ്സുകാരിയാട്ടോ, ടീനേജ് ആണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിലാണ് ഈ അവാർഡ്സ് ഒക്കെ കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പൊ എത്ര വയസ്സ് തൊട്ടാണ് നമ്മൾ ഡാൻസ് പഠിച്ചു തുടങ്ങിയത്? ഞാൻ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 8 years ആയി. പിന്നെ ബോളിവുഡ് എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ പാട്ട് കേട്ടാലും എവിടെ പാട്ട് കേട്ടാലും തുള്ളും. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആണല്ലോ ഹിപ്പ് ഹോപ്പ് ആൻഡ് ഫ്രീ സ്റ്റൈൽസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ തന്നെത്താനെ നോക്കി പഠിക്കും. ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഓരോ റീൽസ് വരുമ്പോൾ തന്നെത്താനെ അത് ഞാൻ പഠിക്കാൻ നോക്കും. പിന്നെ ബോളിവുഡും ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നെ ഒരു സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസിക്കൽ ആരാണ് മോളെ 8 വർഷമായിട്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ ആരാണ്? അധ്യാപകനാണ് സൗമ്യ വിപിൻ എന്ന് പറഞ്ഞ കലാഞ്ജലി നൃത്താലയയിലെ ടീച്ചറാണ്. അത് ഷാർജയിലാണോ? നമ്മുടെ ഷാർജയിലാണ്. മോൾ 8-9 വർഷം കൊണ്ട് സൗമ്യ ടീച്ചറിന് ശിഷ്യയായിട്ട് നൃത്തം അഭ്യസിക്കുകയാണ് അല്ലേ? അപ്പൊ ടീച്ചറിനും ഒരുപാട് നമുക്കൊരു നന്ദി പറയാനുണ്ട്. കാരണം പ്രൗഡ് മൊമെന്റ്, ടീച്ചറിന്റെ ഒരു സ്റ്റുഡന്റ് ഇത്രയും ഇന്റർനാഷണൽ ലെവലിൽ അവാർഡൊക്കെ കരസ്ഥമാക്കി ഇങ്ങനെ ഒരു ഇതിലിരിക്കുമ്പോൾ ടീച്ചറിനും അഭിമാനിക്കാം. ടീച്ചറും ബ്ലെസ്ഡ് ആണ്, കുട്ടിയും ബ്ലെസ്ഡ് ആണ്, ഞങ്ങളും ബ്ലെസ്ഡ് ആണ് അല്ലേ? അതുപോലെ മോക്ക് പിന്നെ കോറിയോഗ്രാഫി ഒക്കെ ചെയ്യാറുണ്ടോ മോള്? ഞാൻ കോറിയോഗ്രാഫി ചെയ്യാറുണ്ട്. ലൈക്ക് ഈ കോറിയോഗ്രാഫിയില് ശരിക്കും നമുക്കൊരു എല്ലാത്തിലും ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും, നമുക്കൊരു ചലഞ്ച് ഉണ്ടാവും. ഈ കോറിയോഗ്രാഫി ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഫസ്റ്റ് ചലഞ്ച്, നമുക്ക് തോന്നിയിട്ടുള്ള ചലഞ്ച് എന്താണ്? ഫസ്റ്റ് ചലഞ്ച് വെച്ചാല് അവര് തരുന്ന സോങ്സ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന സോങ്സും, പിന്നെ അതും പിള്ളേർ തമ്മിലുള്ള പ്രശ്നം, അവർ തമ്മിലുള്ള ഒരു കണക്ഷൻസ് വേണം, ഒരു കെമിസ്ട്രി വേണം. എസ്പെഷ്യലി ഇപ്പൊ ഈ ജനറേഷനില് ഇപ്പൊ ഈ ഇതിലെടുക്കുന്ന ഇപ്പൊ റാപ്പ് സോങ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ആയിരിക്കും നമുക്ക് ഇഷ്ടം, ലൈക്ക് ഒരു ഫ്രീ സ്റ്റൈൽ കിട്ടാൻ വേണ്ടി. പക്ഷെ അതൊക്കെ ടീച്ചേഴ്സിന് ഇഷ്ടപ്പെടണമെന്ന് വരത്തില്ല. അങ്ങനെ ഒരു വലിയൊരു ചാലഞ്ച്. അപ്പൊ നമ്മൾ അതിലൊരു പെട്ട് കിടക്കും. ആദ്യം നമുക്കതൊരു ദൈവമേ, ഇതിപ്പോ ഇവര് തമ്മിൽ എങ്ങനെ കോംപ്രമൈസ് ആക്കുന്നത്, നമ്മള് അങ്ങനെ ഒരു പ്രശ്നം വരും. പിന്നെ ഫോർമേഷൻസ്, പിന്നെ ചില പേര് എല്ലാവരും നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് കളിക്കണം എന്നില്ലല്ലോ. അപ്പം അവരൊക്കെ വെച്ച് നോക്കുമ്പോ അവരൊക്കെ ഒന്ന് നമ്മള് പതുക്കെ ഒന്ന് ഇതാക്കി വരണം. എല്ലാവരും വലിയ ചാലഞ്ചാണ്. എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് സിങ്കർനൈസ് ഒക്കെ ചെയ്ത് വരണം. ഫോർമേഷൻസും പിന്നെ ഇങ്ങനെ നിൽക്കണം അങ്ങനെ നിൽക്കണം അതൊക്കെ വരും. ചിലവർ ലിസൺ ചെയ്യാത്തവരൊക്കെ നമുക്ക് പിന്നെ ഭയങ്കര പാടാണ് അവർ ഇതാക്കാൻ. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു ഇതാണ്, ചലഞ്ചാണ്. ഭയങ്കര ഈസി അല്ല നമ്മൾ പറയുന്ന മാതിരി ഒന്നും. കൊറിയോഗ്രാഫിങ് ഈസ് വെരി ഹാർഡ് ആക്ച്വലി. അതായത് നമ്മളൊരു ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു സിനിമയുടെ ഡയറക്ഷൻ പോലെ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? കാരണം നമ്മൾ അത്രയും പേരെ കോർഡിനേറ്റ് ചെയ്ത് അവരെ ഒരുപോലെ കളിപ്പിച്ച് ഈസിയാ എല്ലാവരും പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ അങ്ങനൊന്നും അല്ല. ഇപ്പൊ 30 പേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതാണ് 30 പേർക്ക് 30 മനസ്സിന് അല്ലേ? ഓരോരുത്തരുടെ ഇഷ്ടവും അവരുടെ പാട്ടിന്റെ സ്റ്റൈലും അവരെങ്ങനെ കളിക്കുന്നതും പിന്നെ പാരന്റ്സിന്റെ പ്രിഫറൻസും അങ്ങനെ
അപ്പോൾ ഒരു കോറിയോഗ്രാഫർ എന്ന് പറയുന്നത് ആക്ച്വലി ചലഞ്ച് ഫുൾ തന്നെയാണ് അല്ലേ, കോറിയോഗ്രാഫി ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ മോളത് ഭംഗിയായി ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പൊ റീസെന്റ്ലി ഇപ്പൊ എന്താ ചെയ്യാം, കോറിയോഗ്രാഫിയിൽ ഏതോ ഒരു ഇത് കിട്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ പള്ളിയില് ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് വേണ്ടി ഞാൻ ഇപ്പം ചെയ്യുന്നുണ്ട്. 30 സ്റ്റുഡൻസ് ഓൾമോസ്റ്റ്, അവർക്ക് വേണ്ടി ഞാൻ കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ട്. ലൈക്ക് ഈച്ച് ഗ്രേഡ് 8th 9th 10th. അതിൽ സോങ്സ് അവർ തരുന്നതാണോ അതോ മൂക്ക് നമ്മൾ സെലക്ട് ചെയ്യും, എന്നിട്ട് അവരുടെ അപ്രൂവൽ കിട്ടണം. എല്ലാം എപ്പോഴും എസ് പറയണമെന്നില്ല, ബിക്കോസ് അവർക്കൊരു പ്രിഫറൻസ് ഉണ്ട്, പള്ളിയിലും കൂടെ അല്ല കളിക്കുന്നത്. അപ്പൊ കുറച്ച് സ്പിരിച്വൽ ഐ മീൻ അതുകൊണ്ട് കണക്ട് ആവണമെന്നുണ്ടോ അതോ അല്ല ഇഷ്ടമുള്ള പാട്ട്, ബട്ട് ലൈക്ക് നല്ല സോങ് ആയിരിക്കണം. ലൈക്ക് ഡബിൾ മീനിങ് അങ്ങനെ. ഓക്കെ ഓക്കെ. അതായത് നമ്മളത് എവിടെയാണോ നമ്മളത് പെർഫോം ചെയ്യുന്നത്, ആ പെർഫോം ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിന് നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം അത് ചെയ്യാൻ. ഓഡിയൻസിനും ക്യാച്ചപ്പ് വേണം, ലൈക്ക് അവർ അട്രാക്റ്റഡ് ആവണം. അപ്പോൾ ഒരു കോറിയോഗ്രാഫിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓഡിയൻസ്, ഏത് ഓഡിയൻസ് ആണ്, എവിടെയാണ് നമ്മളിത് ചെയ്യാൻ പോകണം, അതൊക്കെ കണ്ടുകൊണ്ട് വേണം നമ്മളൊരു സോങ് സെലക്ട് ചെയ്യാനും. സെലിബ്രിറ്റീസ് ഒക്കെ നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന്, അപ്പം അവർക്കൊക്കെ പ്രത്യേകിച്ച് നമ്മളൊരു ആരാധനാലയത്തിൽ ഒരു ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു കൺസെപ്റ്റിനോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി. കാരണം ഒരു ആരാധനാലയത്തിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു മൊത്തം കൾച്ചറിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടൊരു സാധനം ചെയ്യണം എന്നുള്ള ആ മോളുടെ മനസ്സിലുള്ള ആ ഒരു കൺസെപ്റ്റിനോട് റിയലി ഐ ഫീൽ മോർ റെസ്പെക്ട്. ബിക്കോസ് ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ട്രെൻഡാണ്. അതവിടെ ഞാൻ അതാക്കി പറയുന്നതല്ല, റെസ്പെക്റ്റിനെക്കാളും അല്ലെങ്കിൽ പാഷനേക്കാളും ഒക്കെ കൂടുതൽ ട്രെൻഡിങ് ആണ് പറയുന്നത്. അപ്പോൾ ട്രെൻഡിങ്ങിനോടൊപ്പം ഇതുപോലെ ബാക്കി കാര്യങ്ങളോട് വെച്ചാൽ കുറച്ചും കൂടെ ഗ്രേറ്റ് ആയിരിക്കും അല്ലേ? പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പെട്ടു, ബിക്കോസ് ലൈക്ക് പിള്ളേർക്ക് അടിച്ചുപൊളി പാട്ട് വേണം, പക്ഷേ നമുക്ക് ടീച്ചർമാർ പറയുന്നത് പറ്റില്ല, ഇതിനതുണ്ട്, ഇതിന് ഐറ്റം സോങ് ആണ്, അതൊന്നും വേണ്ട. അപ്പം അതൊരു വലിയ ചാലഞ്ചാണ്. ഇപ്പൊ ടീച്ചേഴ്സൊക്കെ പൊളിയല്ലേ നമ്മളെ നാട്ടില്. ടീച്ചേഴ്സിന്റെ എന്താണ് പിന്നെ ഇതൊക്കെ വരും, ഫെസ്റ്റിവലൊക്കെ വരുമ്പം, പിന്നെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പം പിള്ളേരെക്കാളും കൂടുതൽ ടീച്ചേഴ്സ് ആണ് ഇപ്പൊ പൊളിക്കുന്നത് അല്ലേ? സപ്പോർട്ടാണ്. പിന്നെ എന്റെ തൊട്ട് താഴെ കമന്റ്സും കാണും, ഞങ്ങൾ 80s 90s ആണ്, ഞങ്ങളോട് കളിക്കാനില്ലെന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോ ഭയങ്കര പവർ പെർഫോമൻസ് അല്ലേ ചെയ്യുന്നത്. പിന്നെ സ്കൂളിൽ പഠിത്തം, അതായത് സ്കൂളും പോർഷൻസും പഠിത്തവും പിന്നെ ഡാൻസും ഇതൊക്കെ ആയിട്ട് ഒരുമിച്ച് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും മീൻസ് എന്താണ് ടെൻഷനൊക്കെ തോന്നാറുണ്ടോ? ടെൻഷൻ ഇല്ല, എന്ന് വെച്ചാൽ ടെൻഷനോ ബുദ്ധിമുട്ടോ ഫീൽ ചെയ്ത് ഒരിക്കലും. ബിക്കോസ് നമ്മൾ അതിനോടൊരു ഇഷ്ടം കാണിക്കണം. ഇഷ്ടം കാണിച്ചിട്ട് ഓരോന്നിനും ഇന്ന ഒരു ടൈം ടേബിൾ തന്നെ വെക്കണം അതിന് വേണ്ടി തന്നെ. അപ്പോൾ ഓരോന്നും ഇന്നതെന്ന് വെച്ചിട്ട് പോയാൽ നമുക്കത് സ്മൂത്ത്ലി കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ദൈവമേ ഇത് ഒത്തിരി കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ അതിനോട് വെറുപ്പും തോന്നും, ചെയ്യാനും തോന്നില്ല. അപ്പൊ അതിനും ഭേദം അതിനെ ഒരു വലിയൊരു സാധനമായിട്ട് കണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇതിലായിട്ട് കണ്ടാൽ നമുക്കത് ചെയ്തു പോകാൻ പറ്റും. ചില പേരുണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഇത്രയൊന്നും എനിക്ക് പറ്റത്തില്ല, അങ്ങനെയൊക്കെ വെച്ച് ആലോചിച്ചാൽ നമ്മളതെടുത്ത് കളയത്തേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നോർമലി ഇപ്പോൾ ഭയങ്കര പാഷനോട് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തൊക്കെ നമ്മുടെ ഹാർഡിലോട്ട് എടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. പഠിക്കുന്ന കാര്യത്തിൽ അങ്ങനെയാണോ, ഹൃദയം കൊണ്ടാണോ സ്വീകരിച്ചിരിക്കുന്നത്? മിസ്സൊക്കെ ടീച്ചർമാരൊക്കെ കാണുന്നുണ്ട് ഇന്റർവ്യൂ. അപ്പൊ നേഹ പഠിക്കുന്ന കാര്യം ഹൃദയം കൊണ്ടാണോ എന്നുള്ളത് ടീച്ചർമാർ കമന്റ് ചെയ്യട്ടോ. പറഞ്ഞോളൂ. പഠിക്കുന്ന ഏറ്റവും ടഫായ സബ്ജക്ട്, ഈസി സബ്ജക്ട് അങ്ങനെയൊക്കെ ഉണ്ട്? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയാം, SST ഹിസ്റ്ററി ജോഗ്രഫി എനിക്ക് ഏറ്റവും ഇഷ്ടം. ബിക്കോസ് ലൈക്ക് അത് ഞാൻ ഭയങ്കര ഇഷ്ടത്തോടായിരുന്നു പഠിക്കുക. എപ്പോഴും പഠിക്കാൻ ബുക്കെടുത്ത് ആദ്യം അതായിരിക്കും എടുക്കുന്നത്, SST. പിന്നെ ലീസ്റ്റ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മാത്സ്. പക്ഷെ മാത്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. ലൈക്ക് ഞാൻ ഓഫ് കോഴ്സ് എൻ്റെ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കുഞ്ഞിലേ തൊട്ട് എനിക്ക് ആ സബ്ജക്റ്റിനോടൊരു ഇതുള്ളതുകൊണ്ട് അങ്ങനെയുള്ള, അല്ലാണ്ട് ഇപ്പം അത്ര വലിയ കുഴപ്പമില്ല. ലൈക്ക് പഠിച്ചാൽ ഈസിയാണ്, പഠിക്കാതെ പെൻഡിങ് ആക്കി ഇട്ടാലേ ഉള്ളൂ കുഴപ്പം വരുന്നത്. ഇപ്പോൾ ടീനേജ് ആണല്ലോ അല്ലേ? ഇപ്പോൾ അച്ഛനും അമ്മയും കൂടുതലും നോ പറയുന്നൊരു നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛൻ പറയും അതിപ്പോൾ വേണ്ട, അല്ലെങ്കിൽ അമ്മ പറയും, അമ്മ ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛൻ പറയും അത് ഓക്കെ, അപ്പോൾ അമ്മ പറയും. അപ്പോൾ ഈ ടീനേജിന് നോ കേൾക്കാൻ അത്ര ഇഷ്ടമില്ലെന്നാണ് കേൾക്കാറുള്ളത്. അപ്പം നേഹയ്ക്കും ഈ നോയോട് എന്താണ് പറയാനുള്ളത്? നോ കേൾക്കാറുണ്ടോ അച്ഛനും അമ്മയുടെ ഒന്നും കൂടുതലായിട്ട്? നോ പറയുന്നത് വെച്ചാൽ ഏറ്റവും സില്ലി റീസൺസിനും കാര്യങ്ങൾക്കായിരിക്കും. അതായത് ലൈക്ക് ഈ ഹാങ് ഔട്ട്സിന് പോണ ഫ്രണ്ട്സിന്റെ കൂടെ, അതിനൊക്കെ എപ്പോഴും യെസ് ഒന്നും പറയത്തില്ല, അതിനെ നോ പറയാറുള്ളൂ. ബാക്കി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ലൈക്ക് അപ്പം എനിക്കിത് പഠിക്കണം, എനിക്ക് അതിന് പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടാണ്.
പഠിക്കാം. ഇപ്പം ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് മീൻസ് അത്രയും പറയുന്നൊന്നുമില്ലല്ലോ അല്ലേ? വല്ലപ്പോഴും ഒത്തിരി ഒന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ പോകണമെങ്കിൽ. പക്ഷെ അതിപ്പോ വളരെ ദൂരമുള്ള സ്ഥലത്തോ അങ്ങനെയുള്ള ബിക്കോസ് അവർക്കും ഒരു ടെൻഷൻ ഉള്ളതല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടൊരു പേടി കൊണ്ട് അവർ പറയും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ആർട്ട് ഫോംസിലൊക്കെ ഇതാക്കുകയാണെങ്കിൽ ഫുൾ സപ്പോർട്ടാ. ടീച്ചേഴ്സ് ആയാലും ഫുൾ സപ്പോർട്ടാണ്. ബിക്കോസ് അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ അങ്ങനെ ലൈക്ക് ഇങ്ങനെ ഒരു പുതിയ. ബിക്കോസ് ലൈക്ക് ഞാൻ ജേർണലിംഗ് ഒക്കെ ചെയ്യും. ഞാൻ പിക്ചർ ജേർണലിംഗ് ഒക്കെ പിക്ചർ ജേർണലാണോ? പിക്ചർ ജേർണലിംഗ് ഒട്ടിച്ചിട്ട് ഞാൻ തന്നെ ഓരോ തീം കണ്ടുപിടിക്കും, എന്നിട്ട് അതിനനുസരിച്ച് പ്രിന്റ് എടുക്കും, അതൊക്കെ ഒട്ടിക്കും. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ചെയ്യുന്ന കാണുമ്പോ അമ്മ ഇതും ചെയ്യാറുണ്ടല്ലേ, നല്ല കാര്യം പറയും. അല്ല, വെറുതെ മൊബൈൽ നോക്കി അല്ലെങ്കിൽ അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാതെ കുറെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നു. എനിക്ക് പടം വരയ്ക്കാനും ഭയങ്കര ഇഷ്ടമാണ്, പെയിന്റ് ചെയ്യാനും ഒക്കെ. അപ്പൊ അതിന് ഓരോന്നിനും ഓരോ നോട്ട്ബുക്ക് ഉണ്ട് എനിക്ക്. ലൈക്ക് ഓരോന്നിനും ഓരോ സെക്ഷൻ ഉണ്ട്. ലൈക്ക് ജേർണലിങ്ങിന് ഇന്നൊരു നോട്ട്ബുക്ക്, പിന്നെ ഡ്രോയിങ്ങിന് ഇന്നൊരു ഇത്, അങ്ങനെ ഓരോ നോട്ട്ബുക്ക് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അതിനൊക്കെ ഒരു ഫുൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ മോൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, ആ ഇഷ്ടമില്ലാത്ത കാര്യം എനിക്ക് ഇഷ്ടമില്ല എന്ന് തറപ്പിച്ച് പറയാറുണ്ടോ? ഞാൻ ബോൾഡൊക്കെയാണ്, അങ്ങനത്തെ നോ പറയാൻ എനിക്ക് പറ്റും. ബട്ട് ലൈക്ക് അങ്ങനത്തെ ഒരു റീസൺ ഇതുവരെയും മേ ബി ലൈക്ക് ബാഡ് തിങ്സ് സ്കൂളിൽ വരുന്ന ബാഡ് ഇൻഫ്ലുവൻസ്. അതെ, ഒരു ബാഡ് ഇൻഫ്ലുവൻസ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഓക്കെ ഇല്ലാത്തൊരു കാര്യം വരുമ്പോൾ നോ ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, ഓ നോ, അല്ലെങ്കിൽ മനസ്സിൽ തന്നെ എനിക്ക് അതിലേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇതില് ലൈക്ക് ചില പേരുണ്ട് നമ്മളെ കൊണ്ട് ഇതാക്കടെ വാങ്ങി ഇത് ചെയ്യാം, നല്ല ഫണ്ണായിരിക്കും. പക്ഷെ അത് നമ്മൾ നോർമലി ചിന്തിച്ചാല് അത് ഇച്ചിരി ഡേഞ്ചറസ് ആയിരിക്കും. പക്ഷെ അവരുടെ ഇതിൽ വെച്ച് നോക്കിയാൽ ഭയങ്കര ഫണ്ണൊക്കെ ആയിരിക്കും. ചെയ്തു വരുമ്പോഴത്തേക്കും പ്രശ്നങ്ങളെല്ലാം നമ്മുടെ തലയിൽ വരും. അങ്ങനത്തെ ആളിലൊക്കെ ഞാൻ നോ, കട്ടക്ക് നോ പറയും. അതിലൊന്നും ഞാൻ നിൽക്കത്തില്ല. ആലോചിക്കും നമ്മളല്ലേ, രണ്ടു വട്ടം ഒന്ന് തിങ്ക് ചെയ്യണം. ഇത് ചെയ്യുന്നതൊക്കെ കൊള്ളാം, ചെയ്താൽ എന്ത് സംഭവിക്കും അത് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. കോൺസിക്വൻസസ് നമ്മൾ ചിന്തിക്കണം, ഇമ്പാക്ട് ഓണസ് അത് ആദ്യം ചിന്തിക്കണം. എന്നിട്ട് പിന്നെ എസ് ഓർ നോ പറയാനൊക്കെ ആലോചിക്കണം. നല്ല കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ നമ്മള് നോ പറഞ്ഞാൽ ആ കൊച്ചു നാളെ മുതൽ എന്നോട് മിണ്ടിയില്ല, അങ്ങനത്തെ അങ്ങനൊന്നും എനിക്ക് കുഴപ്പമില്ല. ഇല്ല, അതൊക്കെ എന്തിനാ നമ്മൾ നോക്കുന്നത്? നമ്മുടെ ഇതെല്ലാം നോക്കേണ്ടത് ആദ്യത്തെ കാര്യം. പിന്നെ അവരുടെ ഒക്കെ അല്ലേ പിന്നല്ലേ നോക്കേണ്ടത്. വെരി ഗുഡ്. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റിയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലേ? കൂട്ടുകാർ പിണങ്ങുമെന്ന് വെച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞാല് നമ്മള് എന്താണ് ഫ്രണ്ട്സ്, ഏറ്റവും കട്ട ചങ്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഞാൻ എപ്പോഴും ഐ കീപ് മൈ സർക്കിൾ വെരി സ്മോൾ, ലോയൽ ആയിട്ട്. ഞാൻ അതിക്ക് മേലെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ലൈക്ക് എനിക്കൊരു സർക്കിൾ ഉണ്ട്. ഞാൻ അവിടെ മാത്രമേ ഞാൻ എൻ്റെ കംഫർട്ട് സോൺ എടുക്കത്തുള്ളൂ. അതിന് പുറത്ത് ഞാൻ ലൈക്ക് ഒരു ലിമിറ്റ് ഉണ്ട് എനിക്ക്, അതിന് പുറത്തോട്ട് ഞാൻ പോകത്തില്ല. പിന്നെ അങ്ങനെ പോയാലെന്ന് വെച്ചാല് അറിയാലോ, എല്ലാ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നിൽക്കേണ്ട ഇതല്ല. ലൈക്ക് ഒരു ലിമിറ്റിന് വരെ അവർ നിൽക്കത്തുള്ളൂ. ചില പേരൊക്കെ നമ്മളെ പറ്റി കുറ്റം പറയുന്നവരും ഉണ്ട്. ഫ്രണ്ട്സ് നെഗറ്റീവ്ലി ബാഡ് ഇൻഫ്ലുവൻസസ് ഉണ്ട്, പിന്നെ പോസിറ്റീവ്ലി ഉണ്ട്. ഞാനിപ്പോൾ പോസിറ്റീവ് സൈഡിലാണ്. എനിക്ക് ഒരു നമ്മൾ 4 പേര് അത്രയും എൻ്റെ ഒരു കംഫർട്ട് സോൺ അത്രേ ഉള്ളൂ. അതൊക്കെ മേലെ ഞാൻ എല്ലാവരുടെ അടുത്തും മിണ്ടാറുണ്ട്. യെസ് യെസ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ 4 പേരാണ് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്നത്. ഈ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പം നമുക്ക് പറയാനുള്ള അങ്ങനെ എന്തെങ്കിലും നമ്മൾ നോക്കി അങ്ങനെ നമുക്ക് ചൂസ് എന്താണ് ഒരു ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ എന്താ നോക്കാറുള്ളത്? ആദ്യം പേഴ്സണാലിറ്റി വൈസ്. ബിക്കോസ് എനിക്ക് പണ്ടങ്ങാണ്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലൈക്ക് അവർ ഭയങ്കര പാവമായിരിക്കും. പണ്ട് സംഭവിച്ചാണ്. പിന്നത്തോട് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാല് വർഷങ്ങൾക്ക് മുമ്പേ അല്ല, 8ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ടായി ഞാൻ ടീൻ ആയതേ ഉള്ളൂ. 13 ആയപ്പം ആ സമയത്ത് ആദ്യം കണ്ടപ്പം ഭയങ്കര സ്നേഹവും ഇതൊക്കെ ആയിരിക്കും. പക്ഷെ പിന്നെ നമ്മളെ പറ്റി കുറ്റമൊക്കെ പറയുന്നൊക്കെ അങ്ങനെയൊക്കെ വെച്ച് ഫ്രണ്ട്ഷിപ്പ് എന്താന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അല്ലേ? പിന്നെ മനസ്സിലായി, ഓ ഇവളിങ്ങനെയാണ്. അപ്പൊ അതൊരു പാഠം, ഒരു ലെസണുമായത്. അതെ അതെ. പിന്നെ അതിനുശേഷം ഞാൻ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ വാല്യൂബിൾ ആയിട്ടൊന്നും വെക്കാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ ഇതിൽ ഫസ്റ്റ് ഫാമിലി, ദൈവം, ടീച്ചേഴ്സ്, വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെയൊക്കെ ഉള്ളു കൂട്ടുകാരും അതൊക്കെ. ബിക്കോസ് അവരൊക്കെ എത്ര നാള് നിൽക്കണമെന്ന് എത്ര വെരി ഗുഡ്. അതെ, നമ്മുടെ ഫാമിലി, അച്ഛൻ, അമ്മ ഒക്കെ ആണല്ലോ എപ്പോഴും നമുക്ക് ഒപ്പം ഉണ്ടാവുക അല്ലേ? നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ടല്ലോ അവരെല്ലാ കാര്യങ്ങൾക്കും. അവരുടെ സപ്പോർട്ട് കാരണമാണ് ഞാനിപ്പം
ഇത്രയിലും ആകുന്നത്.